നമസ്കാരം. എനിക്ക് ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അയച്ചു തന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് മുറിഞ്ഞുപോയ ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചായിരുന്നു. അതായത് ഒരു ഭർത്താവിനെ സ്വന്തം ഭാര്യ തേച്ചിട്ട് പോയ ഒരു അനുഭവ സാക്ഷ്യം. അത് വായിച്ചപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവം ഓർമ്മ വന്നു. അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ പഴയ ഒരു സ്നേഹിതനാണ്. ഞങ്ങൾ തമ്മിൽ 10-35 വർഷത്തെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരു നാളിൽ ആശാൻ കുവൈറ്റിൽ പോയി. 2 വർഷം കഴിഞ്ഞ് ആദ്യത്തെ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നിർബന്ധിച്ച് ഒരു പെണ്ണ് കെട്ടിച്ചു. കല്യാണവും മധുവിധുവുമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോകാനുള്ള സമയമായി. അവധി തീരുന്നതിൻ്റെ തലേ ദിവസം കയറിപ്പോയി. കൃത്യം 6 മാസം ആയില്ല, അതിനു മുൻപേ ഇറാൻ ഇറാഖ് യുദ്ധം തുടങ്ങി. എല്ലാവരെയും കയറ്റി അയച്ച കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തിനെയും കയറ്റി അയച്ചു. നാട്ടിൽ വന്ന് ജോലിയില്ലാതെ നിന്നപ്പോൾ ഒരു പലചരക്ക് കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ ജോലിക്ക് കയറി. ഗൾഫിൽ തിരിച്ചു പോകുന്നത് വരെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ആ ജോലിക്ക് കയറിയത്. ഇതിനിടയിൽ ഇവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു. അതൊരാൺകുട്ടി. പിന്നീട് എന്തുകൊണ്ടോ ഗൾഫിലെ ആ കമ്പനി ജോലിക്ക് അയാളെ തിരിച്ചു വിളിച്ചില്ല. വേറെ എത്ര ശ്രമിച്ചിട്ടും ഒരു വിസ കിട്ടിയതുമില്ല. അങ്ങനെ ആ പലചരക്ക് കടയിൽ തന്നെ സ്ഥിരം ജോലി ചെയ്തു. ഇതിനിടയിൽ ഭാര്യ വെറുതെ ഇരിക്കേണ്ട എന്ന് കരുതി ബി.എഡിന് ചേർത്തു. കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായിരുന്ന കരുതൽ സമ്പാദ്യം എല്ലാം എടുത്ത് സ്വന്തം സമുദായം വക മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് കയറ്റി. അങ്ങനെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം കടയിൽ വെച്ച് അയാൾ കുഴഞ്ഞു വീണു. കടയിൽ വന്നവരും കടയുടെ മുതലാളിയും എല്ലാം ചേർന്ന് 12 കിലോമീറ്റർ ദൂരെയുള്ള അവിടുത്തെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന പ്രാഥമിക ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടി. അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്തി. അവർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി. ഒടുവിൽ അവർ കണ്ടുപിടിച്ചു അയാൾക്ക് ക്യാൻസർ ആണെന്ന്. ഇത് കേട്ട എൻ്റെ സുഹൃത്ത് തളർന്നുപോയി. ഭാര്യയും മകനും അതിലേറെ തകർന്നു. അങ്ങനെ ചികിത്സയൊക്കെ ആരംഭിച്ചു. ആദ്യം ഓപ്പറേഷൻ, പിന്നീട് കീമോ, എല്ലാം കഴിഞ്ഞ് അസുഖമൊക്കെ ഭേദമായി വീട്ടിൽ വിശ്രമിക്കുകയാണ്. ജോലിക്ക് പോകാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ വരുന്ന കടയായിരുന്നു. കടയിലെ പൊടിയും എല്ലാം കൊണ്ട് വല്ല ഇൻഫെക്ഷനും ആയേക്കുമോ എന്നൊരു പേടി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഭാര്യയ്ക്ക് പ്രമോഷനും പ്രഥമ അധ്യാപികയായി സ്ഥലം മാറ്റവും കിട്ടുന്നത്. അതും കോട്ടയത്തേക്ക്. ടീച്ചർ കോട്ടയത്തിന് പോയി. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസമാക്കി. കൂടെ മകനെയും കൊണ്ടുപോയി. എൻ്റെ സുഹൃത്ത് ഇവിടെ ഒറ്റയ്ക്കായി. അദ്ദേഹത്തിന് കൂടെ പോകാൻ പറ്റില്ലായിരുന്നു. കാരണം പറമ്പിൽ കൃഷി, വീട്ടിൽ പട്ടി, പശു ഇവയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഒഴിവാക്കി പോകാൻ സുഹൃത്തിന് മനസ്സ് വന്നില്ല. അയാളെ നോക്കാൻ മാത്രമല്ല പറമ്പിലെ ജോലിക്കും കൂടി ഒരു ബംഗാളി ജോലിക്കാരനെ ഏർപ്പെടുത്തി. ആ ബംഗാളി ആ വീട്ടിൽ തന്നെ താമസവുമായി. അദ്ദേഹത്തിൻ്റെ സഹോദരിയും സഹോദരനും കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാം കല്യാണം കഴിഞ്ഞ് വേറെയാണ് താമസം. സഹോദരൻ തൊട്ടടുത്ത് തന്നെ അധികം ദൂരമില്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. ആദ്യമൊക്കെ ടീച്ചർ ആഴ്ചയിൽ വരുമായിരുന്നു. പിന്നീട് അത് മാസത്തിലൊരിക്കലായി. പിന്നീട് അത് 3 മാസത്തിലൊരിക്കലായി. പിന്നെ വരാതെയായി. ഇതിനിടയ്ക്ക് അയാൾക്ക് വീണ്ടും അസുഖം വന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഭാര്യ തിരിഞ്ഞുപോലും നോക്കിയില്ല. കാരണം അവരുടെ തിരക്ക് കൊണ്ടായിരിക്കാം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്നു. ഒരു ദിവസം അയാളുടെ സഹോദരി എറണാകുളത്ത് ലുലു മാളിൽ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ അധ്യാപിക ഒരു മധ്യവയസ്കന്റെ കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടു. ആ പോക്കിൽ അവർക്കെന്തോ ഒരു പന്തികേട് തോന്നി. അവർ ഏറ്റവും ഇളയ സഹോദരനെ വിളിച്ചു പറഞ്ഞു. അയാൾ തൊട്ടടുത്ത ദിവസം കോട്ടയത്ത് അവർ താമസിക്കുന്ന വീടിന് അടുത്ത് പോയി രഹസ്യമായി ഇവരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു.
ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അയാൾക്ക് കിട്ടിയത്. സഹോദരി അധ്യാപികയോടൊപ്പം കണ്ട മധ്യവയസ്കൻ കുറെ കാലമായി ഇവരോടൊപ്പമാണ് താമസിക്കുന്നത്. അവർ ഒരുമിച്ചാണ് എവിടെയും പോകുന്നതും വരുന്നതുമെല്ലാം. ഒരു ഭാര്യ ഭർത്താവിനെ പോലെ. അയൽവാസികളുമായിട്ടൊന്നും ഒരടുപ്പവുമില്ല, മിണ്ടുക പോലുമില്ല. അതിനാൽ കൂടുതൽ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ആരോ ഒരാൾ പറഞ്ഞു ഭർത്താവാണ്, നേരത്തെ ഗൾഫിലായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നതാണെന്ന്. വീണ്ടും അധ്യാപികയുടെ നാട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് ആ സത്യം. അയാൾ അവരുടെ പഴയ കാമുകനായിരുന്നു. സംഭവം ശരിയാണ്, അയാളും ഗൾഫിലായിരുന്നു. പക്ഷെ വിവാഹം കഴിച്ചിരുന്നില്ല. അധ്യാപിക വിവാഹം കഴിച്ചു പോയതറിഞ്ഞ് നിരാശയിൽ വർഷങ്ങളായി നാട്ടിൽ വരാതെ ഗൾഫിൽ തന്നെ വിവാഹം പോലും കഴിക്കാതെ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. ഇവർ കോട്ടയത്തെ സ്ഥലം മാറിപ്പോയതിനു ശേഷമാണ് യാദൃശ്യമായി കണ്ടതും ഓർമ്മകൾ പുതുക്കിയതും ഒരുമിച്ച് താമസം തുടങ്ങിയതും. വിശദമായി കാര്യങ്ങൾ അറിഞ്ഞ സഹോദരനും സഹോദരിയും കൂടി അധ്യാപികയെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അറിഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു. അധ്യാപിക ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, കേട്ടതെല്ലാം ശരിയാണ്. ഭർത്താവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനുമായി ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ വർഷങ്ങളായി യാതൊരു ബന്ധവുമില്ലെന്ന്. ഞാനും ഒരു സ്ത്രീയാണെന്നും പറഞ്ഞ് അവർ വന്ന കാറിൽ തന്നെ തിരിച്ചു കയറി പോയി. കൃത്യം 1 മാസമായില്ല, ഒരു ദിവസം ഒരു വക്കീൽ നോട്ടീസ് വന്നു. അവർക്കും കുട്ടിക്കും ചെലവിന് ജീവനാംശം വേണമെന്ന്. തനിക്ക് ജോലിയില്ലെന്നും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊടുത്തു വാങ്ങിയ ജോലിയാണ് ഭാര്യയ്ക്ക് ഇപ്പോഴുള്ളതെന്നും എനിക്ക് ജീവിക്കാൻ അവരുടെ ശമ്പളത്തിൽ നിന്നും വിഹിതം തരണമെന്നും വക്കീൽ നോട്ടീസിന് മറുപടി നൽകി. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തീരെ വയ്യാതായി. അസുഖം മൂർച്ഛിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരണത്തിന് കീഴടങ്ങി. മരണവിവരമറിഞ്ഞ് അധ്യാപകയും മകനും എത്തി. അന്ന് വൈകുന്നേരം തന്നെ ചടങ്ങുകളൊക്കെ നടത്തി. ചടങ്ങുകൾ കഴിയും വരെ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ വീടും പൂട്ടി ആ അമ്മയും മകനും തിരിച്ചുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ സ്ഥലം അളക്കാൻ കുറച്ച് ആളുകൾ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കേട്ടു വളരെ വില കുറച്ച് വീടും പറമ്പും വിറ്റുവെന്ന്. മാത്രമല്ല മകൻ പഠനത്തിന് വിദേശത്ത് പോയി, പിന്നീട് ജോലിയായി ഒരു വിദേശ വനിതയെ കല്യാണം കഴിച്ചു, അവിടെ താമസമായി എന്ന്. മകൻ നാട്ടിൽ വരാറുമില്ല, ഈ അധ്യാപികയെ, അതായത് സ്വന്തം അമ്മയെ കാണാറുമില്ലെന്ന്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ഇതൊരു കഥയല്ല, പച്ചയായ ഒരു മനുഷ്യൻ്റെ അനുഭവമാണ്, ജീവിതമാണ്. ഇതിലാരാ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി? ഭർത്താവോ അതോ ഭാര്യയോ? അതുമല്ലെങ്കിൽ കാമുകനോ അതോ മകനോ? ഇതെല്ലാം ചേരുന്നതാണ് ലോകം. ആ അധ്യാപികയും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവും ഇതിലൊരു കുട്ടിയുമായി അവരിപ്പോഴും എറണാകുളത്ത് താമസിക്കുന്നു, അവിടെ ജീവിക്കുന്നു.